ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ പതിവ് പോലെ നമ്മൾ തിരക്കുകളിലേക്കൊക്കെ കടക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഇതൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഓരോന്നുണ്ടാക്കാനുള്ളതൊക്കെ ഇങ്ങനെ കഷ്ണമൊക്കെ നുറുക്കി രാവിലെ തലേന്ന് നുറുക്കിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പണികളൊക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ ആദ്യം തന്നെ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇടുകയാണ്. അപ്പോൾ മത്തൻ കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്, മോരൊഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് തക്കാളി, പച്ചമുളക് എന്നിവയൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് മോരൊഴിച്ചുള്ള കൂട്ടാനാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. വേറെ വെറൈറ്റി ആയിട്ടുള്ള ഇതൊന്നുമല്ല, എല്ലാവരും ഉണ്ടാക്കുന്ന കറികളൊക്കെ തന്നെയാണ്. മത്തൻ മോരൊഴിച്ച് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. കുറഞ്ഞ പഴുത്ത ഒരു മത്തനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോരൊഴിച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നാടൻ മോരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ചീനമുളകൊക്കെ ചേർത്തിട്ട് നാളികേരമൊക്കെ അരച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പേരിക്കുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഇത് കറിക്കുള്ളത് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വേഗം നോക്കാം. ഒരു 6-6:30 കൂടി തന്നെ നമ്മൾ അടുക്കളയിലുള്ള ജോലികളൊക്കെ നമുക്ക് തീർത്ത് വയ്ക്കാൻ കഴിയും. വേഗം കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കഷ്ണം അതിലേക്ക് ഇടുകയാണ് ചെയ്യാറ്. വല്ലാതെ മൊരിയിച്ചെടുക്കുകയൊന്നും വേണ്ട, ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി. വല്ലാതെ വഴറ്റിയാവുമ്പോഴേക്ക് അതിന് ടേസ്റ്റ് മാറിപ്പോവും. ആ ഉള്ളിയിൽ കിടന്നിട്ട് ഈ കഷ്ണം വേവണം ഉപ്പേരിയുടെ. അപ്പോൾ അമരേൻ്റെ ഉപ്പേരിയാണ്. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്തു, വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നാലാണ് ഒന്ന് വെന്ത് കിട്ടുക. മറ്റേത് വെളിച്ചെണ്ണയൊക്കെ ഒരുപാട് ഒഴിക്കേണ്ട വേവിക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. കുറേയൊക്കെ നമ്മൾ ചുരുക്കി ഉപയോഗിക്കുക, എന്നാൽ ഹെൽത്തിനും നല്ലത് അതാണല്ലോ. അപ്പോൾ കുമ്പളങ്ങ ചേർത്തിട്ടുള്ള ചിക്കൻ കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണം. നല്ല അടിപൊളി കറിയാണ്. കുമ്പളങ്ങയുടെ ടേസ്റ്റോ അങ്ങനത്തെ ഒന്നും വരില്ല, നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങ ചേർത്തിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുപ്പിലൊന്ന് വെച്ച് വേവിക്കുമ്പോൾ ഒന്നും കൂടി നല്ല വെന്ത് കിട്ടും ചിക്കനൊക്കെ. ചിക്കൻ അടുപ്പത്ത് വെച്ച് വേവിക്കുമ്പോഴാണ് ഒന്ന് ക്ലിയറായിട്ട് വെന്ത് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അധികം വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നാളികേരപ്പാലൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കി അത് കുടിച്ചു. എന്നിട്ട് കുറച്ച് ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷമാണ് പിന്നെയുള്ള പണികളിലേക്കൊക്കെ കടന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഏട്ടനിവിടെ ചകിരിയൊക്കെ ചെറുതാക്കി തരികയാണ്. അപ്പോൾ ഇത് അടുപ്പ് ചെറുതാവുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അത് കൊള്ളില്ല, അപ്പോൾ അത് ഒന്ന് ചെറുതാക്കി തരികയാണ്. അപ്പോൾ ഇവിടെ കറിയൊക്കെ റെഡിയായി, ചിക്കൻ കറി റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കൂട്ടാനൊക്കെ നമ്മൾ ചോറിനൊക്കെ കൂട്ടാൻ പറ്റും. ഉപ്പേരി റെഡിയായി. എല്ലതും ഇവിടെ ഒരു 6:30 കൂടി തന്നെ നമ്മൾ ജോലികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ജോലികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഓരോരുത്തർക്കായിട്ട് ഇപ്പോൾ വെള്ളപ്പാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് കഴിക്കാനായി വരുമ്പോഴേക്കാണ് ഞാനിത് ഉണ്ടാക്കാറ് പതിവ്. ഉണ്ടാക്കി വെക്കലില്ല അങ്ങനെ, ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കും, പിന്നെ ബാക്കിയുള്ള മാവ് എടുത്ത് വെക്കുകയാണ് ചെയ്യുക. പിന്നെ വൈകുന്നേരം വേറെ ഉണ്ടാക്കി കൊടുക്കും. ചൂടോടൊക്കെ ആകുമ്പോഴാണ് ഈ ദോശയും വെള്ളപ്പൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. ഉണ്ടാക്കി വെച്ചാൽ അത് തണുത്ത് അവർക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ മാവ് എടുത്ത് വയ്ക്കും, വൈകുന്നേരം വീണ്ടും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നല്ല അടിപൊളി വെള്ളപ്പവും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ എല്ലാവർക്കും നല്ല ഉഷാറാണ്. ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. കൂൺ കറി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ വെള്ളപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചു എന്ന് കരുതണു. അപ്പോൾ ന്യൂ ഇയറിനൊന്നും പ്രത്യേകിച്ച് വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ന്യൂ ഇയറിനൊക്കെ എടുത്ത വീഡിയോ തന്നെയാണിത്. ന്യൂ ഇയറിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇടാനൊന്നും സാധിച്ചില്ല അപ്പോഴൊന്നും, ഓരോ തിരക്കിൽ പെട്ട്. പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനിങ്ങനെ ഇടുന്നുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം.
ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി വെള്ളപ്പവും ചിക്കൻ കറിയാണ്. പിന്നെ ഏട്ടന് പോകാനായപ്പോഴേക്ക് ചോറൊക്കെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ലഞ്ചൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ അത് എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നല്ല കഴിയുന്നതും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആഹാരം കൊടുത്തു വിടാൻ ശ്രമിക്കുക. ആർക്കാണെങ്കിലും, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ആഹാരം നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിപ്പിക്കാതെ വീട്ടിൽ നിന്നേ കൊടുത്തു വിടുക. കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. 6:30-7 മണിയോടുകൂടി നമ്മളെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നേരം കൊണ്ട് നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ അതിന് ഒന്ന് ഉത്സാഹിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് തീർത്ത് വയ്ക്കാം. കുറേ ആളുകൾ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴും നമുക്കിതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ പുറത്തെ കൂടെയൊക്കെ ഒന്ന് ഇറങ്ങി ചെടികളൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി ഒന്ന് റിലാക്സായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.